ഏവർക്കും AJD അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഗ്രി കോഴ്സ് ചെയ്യുന്നവർക്കും പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പദ്ധതി ആണിത്. പ്രതിവർഷം 1 ലക്ഷത്തോളം ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നു. കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡുകൾ നടത്തിയ +2 പരീക്ഷയിൽ 80% മാർക്ക് വാങ്ങി വിജയിച്ചവരും ഏതെങ്കിലും ബിരുദ കോഴ്സിന് 1-ാം വർഷം പഠിക്കുന്നവരുമായിരിക്കണം അപേക്ഷകർ. ഡിഗ്രിക്ക് എല്ലാ വർഷവും 12,000 രൂപയും PGക്ക് 20,000 രൂപയുമാണ് സ്കോളർഷിപ്പ് തുക. 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിൻ്റെ കാര്യത്തിൽ 4-5 വർഷങ്ങളിൽ പ്രതിവർഷം 20,000 രൂപയും ലഭിക്കും. ഇനി അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപേക്ഷകർ യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞത് 80% മാർക്ക് നേടിയിരിക്കണം. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. അപേക്ഷകർ അംഗീകൃത സ്ഥാപനങ്ങളിൽ അംഗീകൃത കോഴ്സിന് പഠിക്കുന്നവരായിരിക്കണം. മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് വാങ്ങുന്നവർ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹരല്ല. 50% സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. അപേക്ഷകരുടെ പ്രായം 18-നും 25-നും ഇടയിലായിരിക്കണം. ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മാർക്ക് ലിസ്റ്റ് വേണം, ഇൻകം സർട്ടിഫിക്കറ്റ്, വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേലധികാരിയിൽ നിന്നുള്ള പ്രവേശന റിപ്പോർട്ട്, ജാതി സർട്ടിഫിക്കറ്റ്, സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെങ്കിൽ മാത്രം, ശാരീരിക വൈകല്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ശാരീരികമായ വൈകല്യമുള്ളവരാണെങ്കിൽ. ഓരോ വർഷവും സ്കോളർഷിപ്പ് പുതുക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ഇയറിൽ സ്കോളർഷിപ്പ് ലഭിച്ചതുകൊണ്ട് സെക്കൻഡ് ഇയർ ലഭിക്കണമെന്നില്ല. എന്താണ് മാനദണ്ഡം? തൊട്ട് മുൻപുള്ള പരീക്ഷയിൽ കുറഞ്ഞത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. 75% അറ്റൻഡൻസും ഉണ്ടായിരിക്കണം. സ്കൂൾ കോളേജിലൊന്നും പോകാതെ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഈ സ്കോളർഷിപ്പ് പീരീഡ് ലഭിക്കുന്നതല്ല. ഇനി അപേക്ഷകൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് നോക്കാം. സർക്കാർ സ്കോളർഷിപ്പ് പോർട്ടലായ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത്. സാധാരണയായി ഒക്ടോബർ മാസത്തിലാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപേക്ഷിക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താങ്ക് യു.